വിഷയത്തിലേക്ക് തന്നെ മടങ്ങട്ടെ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട നാലാമത്തെ കടമ എന്താണ്? ഇസ്ലാം പറയുകയാണ്, ഒരു ഭാര്യ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കടമയാണ് അവളുടെ ഭർത്താവിന്റെ കടപ്പറക്ക് തടസ്സം നിൽക്കാതിരിക്കുക. ഭർത്താവിന്റെ കടപ്പറ തടഞ്ഞു വെക്കൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹാപാപമാണ്, വലിയ പാപമാണ്. തൗബ കൊണ്ടേ പൊറുക്കപ്പെടുകയുള്ളൂ. ഇതൊരു ചെറിയ വിഷയമല്ല. നമ്മുടെ ഭർത്താവ് അവന്റെ ശാരീരിക ആവശ്യം നിറവേറ്റാൻ നമ്മുടെ മണിയറയിലേക്ക് ബെഡ്റൂമിലേക്ക് ഒരു ഭാര്യയെ വിളിച്ചാൽ ഏത് തടസ്സങ്ങളുണ്ടായാലും ആ വിളിക്ക് വിടരം നൽകൽ അവൾക്ക് നിർബന്ധമാണ്. ആ വിളിക്ക് വിടരം നൽകൽ അവൾക്ക് നിർബന്ധമാണ്. പരിശുദ്ധ റമദാനിന്റെ പകൽ സമയം, നിങ്ങൾ ആർത്തവരക്തം വരുന്ന സമയം, ഈ രണ്ട് സമയമല്ലാതെ ഏത് സമയത്ത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കടപ്പറയിലേക്ക് വിളിച്ചാൽ ഉത്തരം നൽകൽ ഭാര്യമാരെ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഈ വിഷയത്തിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ എന്റെ ഉമ്മമാരെ, അത്തരം ഭാര്യമാർക്ക് അല്ലാതെ സ്വർഗമില്ല. ഭാര്യമാർക്ക് പറയാൻ ന്യായങ്ങൾ ഒരുപാട് ഉണ്ടായേക്കാം. ഭർത്താവിനോട് വിളിച്ചു വാങ്ങാൻ പറഞ്ഞതാണ്, ഭർത്താവ് വിളിച്ചു വാങ്ങിയിട്ടില്ല. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പറഞ്ഞിരുന്നു, ഭർത്താവ് അത് വാങ്ങിയിട്ടില്ല. കുടുംബത്തിലൊരു വിവാഹം നടക്കുന്നുണ്ട്, ഒരു പുതിയ വസ്ത്രം വാങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ പാവപ്പെട്ട ഭർത്താവിന് അത് കഴിഞ്ഞിട്ടില്ല. ഭാര്യ വീട്ടുകയാണ്. ഭർത്താവിനോട് വീട്ടാൻ അവന് കരുതിയ മാർഗമുണ്ടെന്നു അവനിക്ക് കപ്പറ തടഞ്ഞു വെക്കല. ഏതെങ്കിലും ഒരു സ്ത്രീയാകട്ടെ എന്റെ ഭർത്താവിന്റെ കടപ്പറ തടഞ്ഞു വെച്ച് അവളെങ്ങാനും കടം തുടങ്ങിയ നേരം പുലരുന്നവരെ ആകാശലോകത്തോടെ കോടി മാലാഖമാർ അവളെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാ. അന്ന് രാത്രി എങ്ങാനും ആ ഭാര്യ മരണപ്പെട്ടാൽ അവൾക്ക് ഈമാനോട് ഗുണമില്ല, ആ ഭാര്യയ്ക്ക് അല്ലാതെ സ്വർഗമില്ല. വിഷയമല്ല, തമാശയായിട്ട് തള്ളേണ്ട വിഷയമല്ല. എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഗൗരവം പറഞ്ഞത്. മൂന്ന് വിഭാഗം ആളുകളുണ്ട് കേട്ടോ. ആളുകളുടെ നിസ്കാരം പോലും സ്വീകരിക്കുന്നില്ല. അവരുടെ തലയ്ക്ക് മീത ഒരു ചാട് അവരുടെ നിസ്കാരത്തെ ഉയർത്തപ്പെടുന്നില്ല. നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ചാണ് ഉയർന്നാൽ പോരാവുന്നമാരെ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ഉയർന്നേ. ഏഴ് ആകാശങ്ങൾക്കപ്പുറം എന്നാലും ആ വിഭാഗത്തിന്റെ നിസ്കാരമല്ല സ്വീകരിക്കുന്നേയില്ല. ആദ്യമായിട്ട് വിധങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ ഒരു ഭാര്യയാണ്. അവളുടെ സമയം അവളുടെ ഭർത്താവിന്റെ ദേശം വാങ്ങിയവളാ, ഭർത്താവിന്റെ കടപ്പറ തടഞ്ഞു വെച്ചവളാ, ഭർത്താവിന്റെ ശാരീരികമായ പ്രയാസപ്പെടുത്തിയവളാ. അവരുടെ നിസ്കാരം പോലും സ്വീകരിക്കുന്നില്ല എന്ന്